RSSന് പോലും മടുത്തു തുടങ്ങിയെന്നതിന് ഇതിലും വലിയൊരു സൂചന ഇനി ലഭിക്കാനില്ല. ഇത് ആദ്യമായല്ല മോദിക്കെതിരെ സുബ്രഹ്മണ്യൻ സ്വാമി രംഗത്തെത്തുന്നത്. എപ്സ്റ്റീൻ ഫയലുകളെ ചുറ്റിപ്പറ്റി രാജ്യത്ത് ആദ്യമായി വിവാദത്തിന് തിരികൊളുത്തിയത് സുബ്രഹ്മണ്യൻ സ്വാമിയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിക്കുമെതിരെ സുബ്രഹ്മണ്യൻ സ്വാമി എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടതാണ് വിവാദങ്ങളുടെ തുടക്കം. പോസ്റ്റ് ചർച്ചയായതോടെ നിമിഷങ്ങൾക്കകം സുബ്രഹ്മണ്യൻ സ്വാമി കുറിപ്പ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് സ്വാമി ഒരു മുന്നറിയിപ്പും കൂടാതെ അപ്രത്യക്ഷനാവുകയായിരുന്നു. അങ്ങനെ ആഴ്ചകൾ നീണ്ട അജ്ഞാതവാസത്തിനൊടുവിൽ തിരിച്ചെത്തിയ സ്വാമി ഇപ്പോൾ ഒളിമറയില്ലാതെ മോദിക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മോദിയെ ഉടൻ തന്നെ നാട് കടത്തണമെന്ന ആവശ്യവുമായാണ് സ്വാമി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ BJPയുടെ സജീവ നേതൃസ്ഥാനത്ത് നിന്ന് നീക്കി മാർഗദർശക് മണ്ഡലിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് സ്വാമി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സ്വാമിയുടെ പരസ്യമായ ഈ ആവശ്യം പാർട്ടിയിൽ വലിയൊരു ഭൂകമ്പത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. മോദി ഇന്ത്യൻ ജനാധിപത്യത്തിനും BJPക്കും ഒരുപോലെ ഭീഷണിയാണെന്നാണ് സ്വാമി തുറന്നടിക്കുന്നത്. ഇതിൽ RSSും BJP ജനറൽ ബോഡിയും അടിയന്തിരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെറുമൊരു അനുയായിയായി മോദി മാറുന്നുവെന്നും ഇത് രാജ്യത്തിന്റെ പരമാധികാരത്തെ അപകടത്തിലാക്കുന്നു എന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം. ഇതിനു പുറമെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദമായ ജെഫ്രീൻ എപ്സ്റ്റീൻ കേസുമായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിക്കുള്ള ബന്ധത്തെക്കുറിച്ചും സ്വാമി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ലൈംഗിക കുറ്റവാളിയായിരുന്ന എപ്സ്റ്റീനുമായി 2014 മുതൽ ഹർദീപ് പുരി നിരന്തരം കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നതായും വിദേശ നയങ്ങളിൽ അമേരിക്ക ഇന്ത്യയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഈ രേഖകൾ ഉപയോഗിക്കുന്നുണ്ടാകാമെന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ 50% തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ അടിയറവ് പറഞ്ഞതും ഭീഷണി വന്ന് മണിക്കൂറുകൾക്കകം റിലയൻസ് റഷ്യൻ എണ്ണ വേണ്ടെന്ന് വെച്ചതും വിദേശ നയത്തിന്റെ പരാജയമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. റഷ്യ ഇപ്പോൾ ചൈനയുടെ ഒരു ഉപഗ്രഹ രാജ്യം മാത്രമാണെന്നും ചൈനയുടെ താല്പര്യപ്രകാരം റഷ്യ ഏതു നിമിഷവും ഇന്ത്യയെ കൈവിടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇനി ഈ സംഭവ വികാസങ്ങളുടെ ഗൗരവകരമായ ഒരു വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാം. സുബ്രഹ്മണ്യൻ സ്വാമി എന്ന നേതാവ് വെറുതെ ഒരു പ്രസ്താവന നടത്തുന്ന ആളല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം ഉയർത്തുന്ന ഓരോ കാര്യങ്ങൾക്കും പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാകും. ഇവിടെ പ്രധാനമന്ത്രിയെ മാർഗദർശക് മണ്ഡലിലേക്ക് മാറ്റണമെന്ന് പറയുമ്പോൾ BJPക്കുള്ളിൽ തന്നെ വലിയൊരു വിഭാഗം മോദിയുടെ ഏകപക്ഷീയമായ നയങ്ങളിൽ അതൃപ്തരാണെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. പണ്ട് LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും രാഷ്ട്രീയമായി ഒതുക്കാൻ മോദി ഉപയോഗിച്ച അതേ മാർഗദർശക് മണ്ഡൽ എന്ന ആയുധം ഇപ്പോൾ അദ്ദേഹത്തിന് നേരെ തന്നെ തിരിഞ്ഞു കുത്തിയിരിക്കുകയാണ്. വിദേശ നയത്തിന്റെ കാര്യമെടുത്താൽ വിശ്വഗുരു എന്ന വലിയ പ്രതിച്ഛായ രാജ്യത്തിനകത്ത് നരേന്ദ്രമോദി കെട്ടിപ്പൊക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ നിലപാട് എത്രത്തോളം ദുർബലമാണ് എന്നതാണ് സ്വാമിയുടെ ആരോപണങ്ങൾ അടിവരയിടുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ഒരു തുല്യ പങ്കാളിയായി കാണുന്നതിന് പകരം ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുന്ന ഒരു ശൈലിയാണ് സ്വീകരിക്കുന്നത്. മോദിക്ക് ഞങ്ങളെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് നന്നായി അറിയാം എന്ന ട്രംപിന്റെ പരിഹാസ രൂപേണയുള്ള വാചകം ഇന്ത്യൻ പരമാധികാരത്തിനേറ്റ കനത്ത പ്രഹരമാണ്. ലോകവേദിയിൽ സ്വതന്ത്രമായ നിലപാടെടുക്കാൻ കഴിയാത്ത ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നുണ്ടോ എന്ന ഗൗരവകരമായ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. സ്വാമിയുടെ മുൻ ആരോപണങ്ങളിൽ ഏറ്റവും സ്ഫോടനാത്മകമായിരുന്നത് ജെഫ്രീൻ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ്. ലോകത്തെ പല പ്രമുഖ നേതാക്കളെയും ലൈംഗിക ആരോപണങ്ങളിൽ കുടുക്കി സമ്മർദ്ദത്തിലാക്കിയിരുന്ന എപ്സ്റ്റീന്റെ രേഖകളിൽ കേന്ദ്ര സർക്കാരിന്റെ മന്ത്രിയുടെ പേര് വരെ ഉൾപ്പെട്ടിരുന്നു എന്ന് രാജ്യത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയതും സ്വാമിയായിരുന്നു. കേന്ദ്രമന്ത്രിമാർ ഇത്തരം വിവാദങ്ങളിൽ പെടുന്നത് വഴി ഇന്ത്യയുടെ വിദേശ നയങ്ങൾ പോലും വിദേശ ശക്തികളുടെ ബ്ലാക്ക്മെയിലിംഗിന് വിധേയമാകാൻ സാധ്യതയുണ്ടെന്നും സ്വാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഷ്യയെക്കുറിച്ചുള്ള സ്വാമിയുടെ നിരീക്ഷണം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പരമ്പരാഗത സുഹൃത്തായ റഷ്യയെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചൈനയുമായി റഷ്യ ഇപ്പോൾ അമിതമായി അടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. അമേരിക്കയും റഷ്യയും ചൈനയും തമ്മിലുള്ള ഈ ശക്തി സമവാക്യങ്ങൾക്കിടയിൽ ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്ന കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്തതാണ് മോദി സർക്കാരിന്റെ പരാജയമായി സ്വാമി കാണുന്നത്. ചുരുക്കത്തിൽ പ്രതിപക്ഷമല്ല, മറിച്ച് ഭരണപക്ഷത്തിനകത്തു നിന്ന് തന്നെ മോദിയുടെ നേതൃത്വത്തിനെതിരെയും നയങ്ങൾക്കെതിരെയും ഉയരുന്ന ഈ വെല്ലുവിളി BJPക്ക് എളുപ്പത്തിൽ മറികടക്കാൻ കഴിയില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് സ്വാമി മുന്നറിയിപ്പ് നൽകിയിരിക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു നേതൃമാറ്റത്തിനോ അല്ലെങ്കിൽ കടുത്ത ഉൾപാർട്ടി പോരിനോ ഈ വിവാദം വഴിവെച്ചേക്കാം.